ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ബോസ്റ്റണിലാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ബോസ്റ്റണിലെ സിറ്റി ബസ് ടൂറിൻ്റെ യാത്രാ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു ബസ് യാത്രയിൽ നമുക്ക് ബോസ്റ്റൺ സിറ്റി മൊത്തത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പോണത്. ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 10-20 മിനിറ്റ് ഉള്ളൂ യാത്ര. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതേ സിറ്റിയുടെ പുറത്തേക്ക് കിടക്കാനുള്ളൊരു കഷ്ടപ്പാടാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് വഴികളൊക്കെ ഉള്ളതുകൊണ്ടേ മാപ്പും കറക്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാട് തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതേ നമ്മൾ ആ ഒരു സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേനും ഇവിടെ വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ സിറ്റി ആയിരുന്നപ്പോൾ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ. ഇപ്പോൾ അതേ നമ്മളങ്ങനെ ബോസ്റ്റൺ വീടുകൾ കണ്ടു തുടങ്ങിയൊക്കെയാണ്. നമ്മുടെ ന്യൂജേഴ്സിയിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ വീടുകൾ ഭയങ്കര ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ കാണുന്നതൊക്കെ വീടുകൾ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തിനപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഇങ്ങോട്ട് വന്നേന്നല്ലേ. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾക്കും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. ബോസ്റ്റണിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ ഹർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണോ ഈ ഹർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയണ. ഇവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞരും നോബൽ ജേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു സ്വപ്നമാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ അഡ്മിഷൻ കിട്ടൂല കേട്ടോ, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തൊക്കെ കൊണ്ടു നടക്കാം, ഇവിടെ കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള രീതിക്കാണ് കേട്ടോ വന്നത്. ഏക്കർ കണക്ക് ഭൂമിയിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യണത്. കുറേ ഉണ്ട്. ഈ മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു ഹിസ്റ്റോറിക്കൽ രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ അകത്തായിട്ട് ജോൺ ഹർവാർഡിൻ്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമേനെ പോയി കാണുക, അതിൻ്റെ കാലിൽ തൊടുക എന്നൊക്കെ ഉള്ളത് ഇവിടെ ഒരു ടൂറിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളും എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ പ്രതിമേനെയൊക്കെ ഒന്ന് കാണണം, ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ തീരുമാനിച്ചേക്കണത്. അപ്പോൾ ആ ഒരു പ്രതിമേനെ കുറിച്ച് പറയാനാണെങ്കിൽ ആ ജോൺ ഹർവാർഡിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഹർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായേക്കണത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ എന്തായാലും വീഡിയോയിൽ പറയണില്ല. കൂടുതൽ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോറാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കയറാം, ആ പ്രതിമ കാണാം, കുറച്ച് അതിലേക്കൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാം. അത്രേ സമയമൊക്കെ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം തന്നെ സമയം ഒരു 4:30 ആവാറായി. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് അങ്ങോട്ട് തുടങ്ങി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ ഇരുട്ടായി, പിന്നെ ഒന്നും കാണാൻ പറ്റൂല. പിന്നെ പോരാത്തതിന് നല്ല തണുപ്പും. ഇവിടെയൊക്കെ ഏത് സൈഡിൽ വീഡിയോ എടുക്കണമെന്ന് തന്നെ ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഫുള്ള് ഈ ബിൽഡിങ്ങുകളെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഇടവും വലവും ഒക്കെ നല്ല രസമാണ്. നമുക്ക് എവിടെ ക്യാമറ വെക്കണമെന്നാണ് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇവിടെ വഴികളിലൊക്കെ നമുക്ക് കോളേജ് വിദ്യാർത്ഥികളെ കണ്ടോ കാണാൻ കഴിയുക. എന്തോരം കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നത്. നമ്മളങ്ങനെ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മളതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, തണുപ്പൊന്നും പ്രശ്നമൊന്നുമല്ല. വന്ന കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് എന്താ കാര്യം. അങ്ങനെ നമ്മളിപ്പോൾ അതേ യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കയറാനൊന്നും പറ്റിയൊന്നുമില്ല. ഇങ്ങനെ കാണാം, പുറമേന്ന് കാണാൻ, നടക്കാം. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ. കൂടുതലും കുട്ടികളെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ടൂറിസ്റ്റുകളും ഉണ്ട്. ടൂറിസ്റ്റുകൾ കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ നടന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ ആ ഒരു പ്രതിമ കാണാനൊക്കെ ആയിട്ടാണ് ഈ വരുന്നത്. അങ്ങനെ നമ്മളും ഇങ്ങനെ കുറേ നേരം അതിലേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അതേ ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ അതേ ആ ജോൺ ഹർവാർഡ് എന്ന് പറഞ്ഞ ആ പ്രതിമയുടെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടതുകാലിൽ തൊടുക എന്നുള്ളതാണ് കേട്ടോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ഫോട്ടോയും കൂടി എടുക്കും. അങ്ങനെ അതേ ലൈനായിട്ട് നിൽക്കണേണ്. ഭയങ്കര തിരക്കായിരുന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ കണ്ടില്ലേ. ഈ പ്രതിമയുടെ കാലിൻ്റെ ഇടതുഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്ന ആൾക്ക് ഫ്യൂച്ചറിൽ നല്ലത് സംഭവിക്കുമെന്നാണ് പറയണത്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കുട്ടികളാണ് കേട്ടോ അത് ചെയ്യേണ്ടത്, വിദ്യാർത്ഥികൾ. അങ്ങനെ എല്ലാവരും ചെയ്യണ കണ്ടപ്പോൾ ഞങ്ങളും അങ്ങനെയൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ.
ഇത് കണ്ടില്ലേ, എല്ലാവരും കുട്ടികളെ അങ്ങനെ കാലയിൽ തൊടിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഇടതുകാല് കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഓരോരുത്തർ തൊട്ട് തൊട്ട് അങ്ങനെ ഗോൾഡൻ ആയതൊക്കെയാണെന്ന് പറയണം. പലരും പല പല കഥകളൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനങ്ങനെ പറയണില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വലിയക്കാട്ടൊരു ലൈബ്രറി ഉണ്ട് കേട്ടോ. അതിൽ 3 മില്യൺ പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറാൻ പറ്റൂല, വിദ്യാർത്ഥികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും ഞങ്ങളങ്ങനെ വാതക്കവരേക്ക് ഇങ്ങനെ പോയി നോക്കി. നല്ല രസമുണ്ട് കാണാൻ, ഏതാണ്ട് ഒരു മ്യൂസിയത്തിൽ വന്ന പോലെയാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കല്ലേ. ഇവിടെയൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം വേണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ക്യാമ്പസ്. എന്തോരം പിള്ളേരാണ് അവിടേക്ക് ഇരുന്ന് വായിക്കുക, പഠിക്കുക, നടക്കുക ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. കൂടുതലും ചൈനീസ് കുട്ടികളെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ കുട്ടികളും ഉണ്ടാവുമായിരിക്കും, ഇന്ത്യൻ പിള്ളേരില്ലാത്ത സ്ഥലം ഏതാ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹർവാർഡ് ആർട്ട് മ്യൂസിയം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ബിൽഡിംഗ് ആയിരുന്നേ. അപ്പോൾ അത് ഓപ്പണാണ്. അപ്പം ഏതായാലും നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതും കൂടി കാണാമെന്നും പറഞ്ഞ് അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് 3 മ്യൂസിയങ്ങളാണേ ഉള്ളത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ 3 നിലകളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും താഴെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ കയറി കാഴ്ചകൾ കാണാം എന്നും പറഞ്ഞുകൊണ്ടാണ്. എല്ലാം മൊത്തത്തിൽ കണ്ട് തീരാനുള്ളൊരു സമയമൊന്നുമില്ല, നമുക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ അതേ ഒരു ഫോഗ് മ്യൂസിയം എന്നും പറഞ്ഞൊരു മ്യൂസിയത്തിലാണ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പിക്ചേഴ്സും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ പ്രശസ്തമായിട്ടുള്ള ചിത്രകാരന്മാർ വരച്ചതാണ്ട്. ഈ പിക്കാസോ പോലുള്ള ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ കൂടുതൽ അതിങ്ങനെ വിവരിക്കാനൊന്നും എനിക്കറിയില്ല. എന്തായാലും കണ്ട് ആസ്വദിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടിയൊക്കെ ഓരോന്നും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് വലിയ വിവരങ്ങളൊന്നും അങ്ങനെ വിവരിക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയി. പിന്നെ നമുക്ക് കൂടുതൽ നിൽക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമായിട്ട് പോലും ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകൾ ഇങ്ങനെ കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളായി കണ്ടില്ലേ. കാറുകൾ മൊത്തം ടൂറിസ്റ്റുകൾ വന്നിക്കണ കാറുകളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇതുവരെയായിട്ട് ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ആ ഒരു ബസ് ടൂറിൽ പോയത് കൊണ്ടിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലഞ്ചും ഡിന്നറും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തായിട്ട് ഒരുപാട് കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണ ഒരു ടൈമായിട്ടാണ്. ഇപ്പം തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ നേരെ സിറ്റിയിലേക്കാണ് വന്നേക്കണത്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മളിതേ ഇപ്പം നടക്കണേണ്. അങ്ങനെ പെട്ടെന്ന് ചാടിപ്പണഞ്ഞറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഒരു കണക്കിനാണ് പിന്നെ നമ്മൾ നടന്ന് അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. ബോസ്റ്റൺ ഷവർമ കിട്ടണ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് എന്തൊരു തിരക്കായിരുന്നു ഇതിൻ്റെ അകത്ത്, എൻ്റെ പൊന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ഷവർമ കിട്ടുമെന്നാണ് കേട്ടോ പറയണത്. അങ്ങനെ നമ്മളിതേ ഷവർമ 2 ടൈപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്പെഷ്യൽ ഷവർമയാണേ. പിന്നെ അതിനുശേഷം ഒരു ബൗള്, ഈ ബൗളിൻ്റെ അകത്ത് ചിക്കൻ, റൈസ്, പിന്നെ ഫ്രൈസ്, പിന്നെ ഹമൂസ്, വെജിറ്റബിൾസ്, പിന്നെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഷായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പ്രത്യേകിച്ച് ഷവർമ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ ന്യൂജേഴ്സിയിലേക്ക് പോവുകയാണ്. കാരണം വെച്ചാൽ ഇപ്പം തന്നെ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5-6 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലേ നമുക്കിനി ന്യൂജേഴ്സി എത്താൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ ഹൈവേ വഴി പോകുന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഇവിടെ ടോള് കൊടുക്കണ ഹൈവേ ആണെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ഹൈവേ പോലെയുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സിഗ്നൽ ഉണ്ടാവില്ല, കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്തിരി ലേറ്റായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടിയും മുട്ടിയൊക്കെ നിന്നത്. എന്നാലും പെട്ടെന്ന് തന്നെ പോകണമല്ലോ, അവിടെ എത്തണ്ടേ. നമ്മളങ്ങനെ ബോസ്റ്റണിനോട് വിട പറയുകയാണ്. ബോസ്റ്റണിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ല അടിപൊളി ഒരു സിറ്റിയാണ് ബോസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആകെ ഒരു ദിവസവും കിട്ടിയുള്ളൂ എങ്കിൽ പോലും നമ്മൾ പരമാവധി എല്ലാ കാഴ്ചകളും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിന്നൊരു ഡേ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പരമാവധി ആ ഒരു സിറ്റി ബസ് ടൂറൊക്കെ നടത്തിയോണ്ട് എല്ലാം കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു.
നമ്മൾ ഈ ഒരു യാത്രയിലും ഒരുപാട് മലയാളികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ അല്ലേ. പിന്നെ പലരും കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ പല റിലേറ്റീവ്സൊക്കെ ബോസ്റ്റണിൽ താമസിക്കുന്നുണ്ടെന്നൊക്കെ. നമ്മളങ്ങനെ കുറേ പേരെയും കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ റെസ്റ്റോറൻറ്റുകൾ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇഷ്ടമാതിരി നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും നമുക്ക് കാണിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതേ ആ നേരെ കാണുന്ന ഒരു ബ്ലൂ ലൈറ്റ് കണ്ടോ, അതൊരു ബ്രിഡ്ജിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചേക്കണം കേട്ടോ. നമ്മൾ ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ പകൽ വെളിച്ചത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ്. പക്ഷേ ആ ലൈറ്റ് ഇട്ടപ്പോൾ വേറൊരു ലുക്കല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ കൂടുതലായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ കാണിക്കാനായിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങനെ വിശദമായിട്ട് കാണിക്കാത്തത്. പിന്നെ ആ ഒരു ബ്രിഡ്ജ്, ചില ബ്രിഡ്ജുകളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എന്തായാലും അമേരിക്കയിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.